സംസ്ഥാനത്തെ തെരുവ് നായ ആക്രമണത്തിന്റെ കണക്കുകൾ വർദ്ധിക്കുന്നത് ഭീതിപ്പെടുത്തുന്നതാണ്. അതിനിടെ കടിയേറ്റ് പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും 2 കുട്ടികൾ മരണമടഞ്ഞു എന്നത് ആശങ്കയേറ്റുകയാണ്. ഒരു കുട്ടി തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ജീവന് വേണ്ടി മല്ലിടുകയാണ്. വാക്സിൻ പരാജയമല്ല എന്ന് ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് പറയുമ്പോഴും വാക്സിൻ കൃത്യമായി എടുത്തിട്ടും പ്രാഥമിക ശുശ്രൂഷ നൽകിയിട്ടും മരണം തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വർദ്ധിച്ചു വരുന്ന തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ നിലവിലെ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ? ചികിത്സ തേടി ആശുപത്രികളിലേക്ക് എത്തിയപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് അലംഭാവമുണ്ടായി എന്ന ഗുരുതര ആരോപണം ഉന്നയിക്കുന്നുണ്ട് മരണമടഞ്ഞ കുട്ടികളുടെ കുടുംബാംഗങ്ങൾ. പാളിച്ച എവിടെ? ഇതാണ് ഇന്ന് ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നത്. സ്വാഗതം. നമുക്കൊപ്പം ഇന്ന് ന്യൂസ് ഈവനിങ്ങിൽ അതിഥികളായി പങ്കെടുക്കുന്ന ഡോക്ടർ ഡാനിഷ് സലീം, ആരോഗ്യ വിദഗ്ധൻ, ശ്രീ ജോസ് മാവേലി, അദ്ദേഹം തെരുവ് നായ്ക്കളെ വിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഒക്കെ ഏർപ്പെട്ട വ്യക്തിയാണ്, ശ്രീമതി റെജീന തോമസ്, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഒപ്പം തന്നെ ശ്രീ കോയാസ് കാക്കത്തടം, മലപ്പുറത്ത് മരണമടഞ്ഞ CAയുടെ അയൽവാസിയാണ്. ഞാൻ ആദ്യം പോകുന്നത് കോയാസ് കാക്കത്തടത്തിലേക്കാണ്. ശ്രീ കോയാസ്, ഇപ്പോൾ ഇന്ന് CAയുടെ അച്ഛൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. വളരെ വേദനയോടെയാണ് അദ്ദേഹം, നമുക്കത് കേൾക്കുമ്പോൾ വളരെ വേദന തോന്നുന്നുണ്ട്. ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവർക്കറിയാവുന്ന രീതിയിലെല്ലാം ചെയ്യുന്നു, പ്രാഥമിക ശുശ്രൂഷ നൽകുന്നു, കൂടാതെ പ്രതിരോധ വാക്സിൻ ഒക്കെ എടുത്തിട്ട് ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ അവിടെ സംഭവിച്ചത് എന്ത് എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്. മാർച്ച് 29-നാണ് കുട്ടിയെ നായ കടിച്ചത്, അല്ലേ? അതെ, മാർച്ച് 29-നാണ് ഏകദേശം 2:45, 3 മണിയോട് കൂടിയാണ്. ഏകദേശം 20 മിനിറ്റിനുള്ളിൽ തന്നെ തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ ആ കുട്ടിയെ എത്തിച്ചിട്ടുണ്ട്. അവിടുന്ന് പ്രാഥമിക ശുശ്രൂഷ ഒക്കെ നൽകി. അവിടുന്ന് കാര്യമായി അവിടെ ക്ലീൻ ചെയ്ത് സോപ്പ് വെള്ളമിട്ട് ക്ലീൻ ചെയ്യാനാണ് അവരാവശ്യപ്പെട്ടത്. അത് ഈ കൊണ്ടുപോയ ആളുകൾ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം അവർ ചെന്ന ഉടനെ തന്നെ സംസാരിച്ചത്, നിങ്ങളടുത്ത് കാറുണ്ടോ അല്ലെങ്കിൽ ആംബുലൻസ് ആണോ, പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകണം, ഇവിടെ വേണ്ട രീതിയിലുള്ള ചികിത്സ ഇതിനില്ല എന്നുള്ള രൂപത്തിലാണ് അവർ സംസാരിച്ചത്. ഓക്കെ, ഈ കുടുംബം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ സമയം തന്നെ വണ്ടിയെടുത്ത് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ തിരൂരങ്ങാടിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരം അത്ര സമയം വരും, ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ അവിടെ എത്തിക്കുകയും ചെയ്തു. അവിടെ എത്തിച്ചതിന് ശേഷം ഏകദേശം കുടുംബം പറയുന്നത്, ഞാൻ ആ സമയത്ത് അവിടെ കൂടെ ഇല്ല, ഏകദേശം അരമണിക്കൂറിന് ശേഷമാണ് ആ കുട്ടിയെ ഒരു ഡോക്ടർ പരിശോധിച്ചിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. അവർ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും പിന്നെ പരിശോധനകളൊക്കെ കഴിഞ്ഞ് എത്ര ഗുരുതരമായ പരിക്കാണെന്ന് ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്. പിന്നീടുള്ള വീഡിയോ ചാനലുകളിൽ അവർ പറഞ്ഞ വാർത്തകളൊക്കെ ഞങ്ങൾ കണ്ടു. ഈ കുട്ടിക്ക് ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ഏകദേശം രാത്രി 10:30 മണിയോട് കൂടി ആ കുട്ടിയെ അവരുടെ വീട്ടിൽ തിരിച്ചെത്തിക്കുകയാണ് ചെയ്തത്. അതായത് അവിടെ അഡ്മിറ്റ് ചെയ്യാതെ ഇഞ്ചക്ഷൻ മാത്രം നൽകി, മുറിവൊന്ന് വെച്ച് കെട്ടാതെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ചികിത്സകളൊന്നും കാര്യമായി നൽകാതെയാണ് ചെയ്തത്. അവർ പറഞ്ഞ കാരണം 48 മണിക്കൂറിന് ശേഷമാണ് ഇനി ചികിത്സ നൽകാനുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ 48 മണിക്കൂറിന് ശേഷം വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് അവർ വീട്ടിലെത്തുന്നത്. കുഞ്ഞ് ആരോഗ്യനില നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഗുരുതരമായ ഒരു അവസ്ഥയിലാണ്, ചോരയിൽ കുളിച്ചാണ് കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് ആദ്യം എത്തിച്ചത്, അല്ലേ? അതെ അതെ അതെ, നായ കടിച്ച് അത്യാവശ്യം നല്ല പരിക്കുണ്ട്. പരിക്കെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കാലിൻ്റെ പിന്നെ മുട്ടിന് താഴെയുള്ള നല്ല പിന്നെ മാംസമുള്ള ഭാഗമുണ്ടല്ലോ, അവിടെയാണ് കടിച്ച് നല്ല കീറിയിട്ടുള്ളത്, നല്ല രക്തം വന്നത്. അതുപോലെ തലക്ക് മുകളിൽ ഏകദേശം നല്ല ആയത്തിൽ മുറിവുകൾ നമുക്ക് ഫോട്ടോയിലൊക്കെ കണ്ടാൽ തന്നെ അത് വ്യക്തമാവും. നല്ല മുറിവുണ്ടായിരുന്നു. നമ്മളൊരു സംശയം കുടുംബത്തിന് വരാനുണ്ടായ കാരണം എന്താ വെച്ചാൽ, ഈ ഒരു സമയത്ത് ആ കുട്ടി അവിടെ ഒബ്സർവിൽ വെച്ചിട്ട് അതിനുള്ള പ്രതിരോധ ചികിത്സ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ കഴുത്തിന് മേലെയുള്ള മുറിവുകൾ നായ കടിച്ചാൽ ഗുരുതരമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അത്തരം ഒരു മുറിവുള്ള കുട്ടിയായിട്ട് പോലും അതിനെ വീട്ടിലേക്ക് തിരിച്ചയക്കുകയും പിന്നെ 48 മണിക്കൂറിന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വന്നാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. ആ ഒരു സമയത്ത് ആ കുട്ടിയെ അവിടെ വെക്കുകയും പ്രതിരോധ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബാക്കി നിരീക്ഷണങ്ങളൊക്കെ നടത്തി, അല്ലെങ്കിൽ കുട്ടിയെ ബ്ലഡ് എടുത്ത് ടെസ്റ്റിനൊക്കെ അയച്ച് അവരെ വെക്കുകയാണെങ്കിൽ ആ കുട്ടി രക്ഷപ്പെടുമായിരുന്നല്ലോ എന്നാണ് ആ കുടുംബം ചോദിക്കുന്നത്. നമുക്കതിലൊരു എന്താണതിൽ വിദഗ്ധ ഒപ്പീനിയൻ, അഭിപ്രായം എന്താണ്? ഡോക്ടർ ഡാനിഷ് സലീം നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ ഡാനിഷ്, ഇപ്പോൾ കുടുംബത്തിൻ്റെ വലിയൊരു
ആരോപണം ഇത് തന്നെയാണ്. ഗുരുതരാവസ്ഥയിൽ ആദ്യം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അവിടെ പ്രാഥമിക ശുശ്രൂഷ നൽകുകയാണ്. അതിനുശേഷം ഇവിടെ ഞങ്ങൾക്ക് മറ്റ് പ്രതിരോധ വാക്സിൻ നൽകാനുള്ള സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇത് ഈ തലയ്ക്കൊക്കെയുള്ള പരുക്കെന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ തന്നെ സ്വാഭാവികമായും ഇവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് എത്രത്തോളം ഗുരുതരമാണ് എന്നത്. പക്ഷേ അതിൽ ഒന്നും ചെയ്യാതെ പറഞ്ഞു വിട്ടു എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. മുറിവിൽ ഒന്നും ചെയ്യാതെ അവർ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. ആദ്യ വാക്സിൻ എടുത്ത് പിന്നീട് 2 ദിവസം കഴിഞ്ഞ് വരാൻ പറയുകയാണ്. അപ്പോൾ പിതാവ് എന്നിപ്പോൾ പറയുന്നത് അത് സ്റ്റിച്ച് ചെയ്യേണ്ടിയിരുന്നു എന്നതാണ്. പക്ഷെ അത് ഗൈഡ് ലൈൻ അനുവദിക്കുന്നുണ്ടോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കാറ്റഗറി 3 ആണ് ഇത്. തലയിലാണെങ്കിൽ പോലും സ്റ്റിച്ചിട്ട് വെക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് താങ്കളാണതിൽ വിദഗ്ധമായൊരു അഭിപ്രായം പറയേണ്ടത്. മറ്റൊന്ന്, ഇതിൽ DME പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് വാക്സിൻ നൽകിയാൽ പോലും അങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. കാരണം അത് ഉടൻ തന്നെ തലയിൽ കടിയേറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വൈറസിൻ്റെ വ്യാപനം ഉണ്ടാകും. അത് നമ്മൾ കണ്ടതാണ്. മറ്റൊരു കേസിലും പത്തനംതിട്ടയിലെ കേസിലും ഒക്കെ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിൽ എന്താണ് അതിൻ്റെ വസ്തുത, ഡോക്ടർ ഡാനിഷ്? ഇങ്ങനൊരു സംഭവം ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതും അതുപോലെ കേരളത്തിൽ ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമാണ്. ആക്ച്വലി തെരുവ് പട്ടി ആക്രമിച്ച് ഇത് ഒരു കേസല്ല, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ ഇപ്പൊ എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം അതൊരു കാര്യം. ഇവിടെ എന്തെങ്കിലും ചികിത്സ പിഴവ് പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം തികച്ചും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കറക്റ്റായിട്ട് അന്വേഷിച്ച് നോക്കണം. അത് മാത്രമല്ല, നമ്മുടെ ഇപ്പം ഈ കുട്ടിയെ കൊണ്ടുപോയ സ്ഥലത്ത് തന്നെ അവരുടെ ആ വാക്സിനേഷൻ എന്തുകൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല? അത് കൊടുക്കണം ഉറപ്പായിട്ടും. ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ബൈറ്റ് ഉള്ളിടത്ത് ഇമ്മീഡിയറ്റ്ലി ആ വൂണ്ടിന്റെ ചുറ്റും, അതായത് ആ മുറിവുള്ള ചുറ്റിനും നല്ലവണ്ണം ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ഗൈഡ് ലൈൻസിൽ പറയുന്നത്. പിന്നെ സൂച്ചർ ചെയ്യാൻ പാടില്ല, അത് ഗൈഡ് ലൈൻസിൽ ഉള്ളതാണ്. അതായത് കാറ്റഗറി 3 ഉള്ള അത് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഇമ്മ്യൂണോഗ്ലോബിൻ ആ മുറിവിന് ചുറ്റും എത്ര കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുക്കുക. 20 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ കിലോഗ്രാം ആണ് അതിന്റെ ഡോസ്. ഹ്യൂമൻ റാബീസ് ആണ് കൊടുക്കുന്നെങ്കിൽ, ഇക്വിൻ റാബീസ് ആണ് കൊടുക്കുന്നെങ്കിൽ 40 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ kg ആണ്. എനിക്ക് ഏതാണ് അവിടെ അവൈലബിൾ ആണെന്നുള്ള അറിയില്ല. അപ്പൊ ഹ്യൂമൻ റാബീസ് ആണെങ്കിൽ എത്രയാണോ കിട്ടുന്നത് അതിന്റെ എത്ര കൊടുക്കാൻ പറ്റുമോ അത്രയും ആ വൂണ്ടിന് ചുറ്റും കൊടുക്കുകയും ബാക്കി നമ്മൾ ആ റാബീസ് വാക്സിൻ കൊടുത്തതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ അല്ലെങ്കിൽ ആ ഭാഗത്തല്ലാത്ത എവിടെ വേണമെങ്കിലും അത് കൊടുക്കുകയും ചെയ്യണം എത്രയും വേഗം. അവിടെയാണ് അത് ചെയ്യേണ്ടത്. ഇനി ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പൊ അറിഞ്ഞത്. ഞാൻ ആദ്യം വിചാരിച്ചത് കൊടുത്തിട്ടില്ലെന്നായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് കൊടുക്കേണ്ടതാണ്. ഇത്രയും വേഗം 15 മിനിറ്റ് നല്ലവണ്ണം സോപ്പും വെള്ളം വെച്ച് വാഷ് ചെയ്യുകയും കോവിഡിനൈഡിൻ അല്ലെങ്കിൽ ബീറ്റാഡിൻ പോലുള്ള സാധനങ്ങൾ വെച്ച് കഴുകുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ മുഖത്തൊക്കെ കടി കിട്ടുന്ന സമയത്ത് പേടിച്ചു പോകും കുടുംബാംഗങ്ങൾ. അവര് അത് ചെയ്യില്ല. ഹോസ്പിറ്റലിൽ എത്തിയാൽ തന്നെ ഹോസ്പിറ്റലിൽ ആദ്യത്തെ കാര്യം നമ്മൾ എപ്പോഴും പറയുന്ന ഡോക്ടേഴ്സിന്റെ അടുത്ത് പറയുന്നത് 15 മുതൽ 20 മിനിറ്റ് നിങ്ങൾ വാഷ് ചെയ്യുക. നല്ലവണ്ണം സോപ്പും വെള്ളം വെച്ച് വാഷ് ചെയ്യുക. ആ വൈറസിനെ അവിടെ നിന്ന് തൂത്ത് കളയുക എന്നുള്ളതാണ്. കാരണം 30 മുതൽ 40% വൈറസിന്റെ ലോഡും ഇങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതിനുശേഷം എവിടെയാണ് കടിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ തലച്ചോറിന്റെ അടുത്താണ് കടിക്കുന്നതെങ്കിൽ വളരെ വേഗത്തിലാണ് ഈ റാബിസിന്റെ വൈറസ് ബ്രെയിനിലോട്ടും അതുപോലെ സ്പൈനൽ കോഡ് നെർവ്സിലോട്ടും പോകുന്നത്. അങ്ങനെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വാക്സിൻ ആണെങ്കിലും ഇമ്മ്യൂണോഗ്ലോബിൻ ഒന്നും വലിയ എഫക്റ്റ് കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്രയും വേഗം ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയും ബാക്കിയുള്ള ഇമ്മ്യൂണോഗ്ലോബിനും അതിനുശേഷമാണ് വാക്സിൻ കൊടുക്കേണ്ടത്. വാക്സിൻ 7 ദിവസം. ഞാൻ താങ്കളിലേക്ക് എത്താം. കോയാസ്, ഇതിൽ ഈ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് ആദ്യം എത്തിക്കുമ്പോൾ അവിടെ വാക്സിൻ ഇല്ല എന്നുള്ളതാണോ, പ്രത്യേക ഡോക്ടേഴ്സ് ഇല്ല എന്നുള്ളതാണോ? അവർ പറഞ്ഞത് എന്താണ്? അവർ പറഞ്ഞത് ഇവിടെ ഇതിന് വേണ്ട ചികിത്സ ഇല്ല, താൽക്കാലികമായി നിങ്ങൾക്ക് വേണ്ട പിന്നെ ഫസ്റ്റ് എയ്ഡ് സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞത് അവർ പിന്നെ വാക്സിൻ എടുക്കാൻ ഇവിടുന്ന് തയ്യാറല്ല, മെഡിക്കൽ കോളേജിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ പാരൻസ് അവിടുന്ന് കൊണ്ടുപോയി എന്നാണ് അവർ പറഞ്ഞത്. അത് തെറ്റാണ്. അതായത് ഇപ്പോൾ ഈ വാക്സിൻ അവിടെ ഇല്ല എന്ന് പറയുന്നത് തന്നെ നമുക്കറിയില്ല ഡോക്ടർ ഡാനിഷ്. ഈ വാക്സിൻ ഇല്ല എന്ന് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമില്ലേ? സാധാരണ ഒരു താലൂക്ക് ആശുപത്രിയിൽ, ഞാൻ താലൂക്ക് ആശുപത്രിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പം താലൂക്ക് ആശുപത്രിയിൽ ഉണ്ട്, മിക്ക താലൂക്ക് ആശുപത്രികളിലും വാക്സിൻ അവൈലബിൾ ആണ് എന്നതല്ലേ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടാകേണ്ടതല്ലേ? ഉണ്ടാകണം.
അതുപോലെ ഈ ഹ്യൂമൻ റാബീസ് ഇമ്മ്യൂണോഗ്ലോബിൻ ചില സമയത്ത് സ്റ്റോക്ക് കാണാറില്ല. പക്ഷെ എന്നാലും വാക്സിൻ സാധാരണഗതിയിലുള്ള നമ്മൾ ഈ റാബീസ് വാക്സിൻ അവൈലബിൾ ആണ്. ഹ്യൂമൻ റാബീസ് ഇമ്മ്യൂണോഗ്ലോബിൻ ഇവിടെ കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഇത് കാറ്റഗറി 3 ആണ്, മുഖത്ത് കടിച്ചിട്ടുള്ളതാണ്. അത് സാധാരണഗതിയിൽ ചില സമയത്ത് അവൈലബിലിറ്റി പ്രോബ്ലം വരാറുണ്ട്. ഇതിനു മുമ്പും തിരുവനന്തപുരം താലൂക്ക് ആശുപത്രി ഇതേ ഒരു പ്രോബ്ലം എനിക്ക് തോന്നുന്നു ഒരു 6-7 വർഷം മുമ്പ് ഉണ്ടായപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് പിന്നെ അത് എത്തിച്ചു കൊടുത്തത്. അത് സമയമെടുത്തു അങ്ങനെയൊക്കെ എത്താനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഫസ്റ്റ് എയ്ഡെങ്കിലും അവിടെ നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. അവിടെ വെച്ചെങ്കിലും വാഷ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് സോപ്പും വെള്ളം വെച്ച് അത് ചെയ്തിട്ടുണ്ടല്ലേ കോയാസ്? അത് ചെയ്തിട്ടുണ്ട്. അതെ, അത് കൃത്യമായി തന്നെ ഈ പറയുന്നത് പോലെ ഈ റണ്ണിങ് വാട്ടറിൽ അത് സോപ്പ് കട്ട ഉപയോഗിച്ച് കഴുകി അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ചെയ്തിട്ടുണ്ട്. അതെ, അതൊക്കെ ചെയ്തു. അതിനുശേഷമാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറയുന്നു. അപ്പോൾ പിന്നീട് അരമണിക്കൂർ അവിടെ മെഡിക്കൽ കോളേജ് ചെന്നതിന് ശേഷം കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലേ? അതെ. അവിടെ അവർ ഞാൻ ഹോസ്പിറ്റലിൽ കൂടെ പോയ ആളുകൾ പറയാം അവിടെ നല്ല തിരക്കായിരുന്നു, അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടോ എന്നറിയില്ല. എന്തായാലും കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് ഈ കുട്ടിയെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. സാധാരണ ഇവിടുന്ന് ഇത്ര സീരിയസ് ആയിട്ട് വന്ന ഒരു പരിഗണന അവിടെ ഉണ്ടായിട്ടില്ല. അതെ, അത് കഴിഞ്ഞിട്ടും ഡോക്ടർ ഡാനിഷ് ഇപ്പോൾ ഈ തലയ്ക്ക് ഗുരുതരമായിട്ട് മുറിവേറ്റിട്ടുണ്ട്, പരുക്കേറ്റിട്ടുണ്ട് എന്ന് കണ്ടിട്ടും എന്തുകൊണ്ട് ഒബ്സർവേഷനിൽ വച്ചില്ല എന്നൊരു ചോദ്യം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിൽ അതിൽ ശ്രീ കോയാസ് ഇപ്പോൾ ഡോക്ടർ പറയുന്നത് കേട്ടല്ലോ, ഞാനും വായിച്ചത് അങ്ങനെ തന്നെയാണ്. ഗൈഡ് ലൈൻ പ്രകാരം ഇത് കാറ്റഗറി 3, അതായത് ആഴത്തിലുള്ള മുറിവാണ്, അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ അവിടെ ഒരു ഒബ്സർവേഷനിൽ വയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിരുന്നില്ലേ എന്ന കുടുംബത്തിന്റെ ചോദ്യം, അത് പ്രസക്തമല്ലേ ഡോക്ടർ? നമുക്കിത് എത്രമാത്രം ആഴമുള്ള വൂണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട്. പക്ഷെ നല്ല അത് DME പറയുന്നത് ഇത് ആ തരത്തിലേക്കുള്ള ആഴത്തിലുള്ള മുറിവാണ് എന്ന് തന്നെയാണ്, കാറ്റഗറി 3 എന്നാണ്. കാറ്റഗറി 3 ആണെങ്കിൽ തന്നെ കാറ്റഗറി 3 തന്നെ നമുക്കിപ്പം ഈ ടെൻഡോൺസ്, അതുപോലെ ഇമ്പോർട്ടന്റ് വാസ്കുലർ സ്ട്രക്ചർ, അതുപോലെ എന്തെങ്കിലും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തിൽ ഇൻവോൾവ് ആണെങ്കിൽ ഉറപ്പായിട്ട് അവർ ഒബ്സർവേഷൻ വെക്കാറുണ്ട്. പക്ഷെ അത് ഇൻവോൾവ് ആയിട്ടില്ല എന്ന് ഡോക്ടറിന് തോന്നുവാണെങ്കിൽ സാധാരണ ഈ വളരെ വാർണിംഗ് സിംറ്റംസ് പറഞ്ഞതിന് ശേഷം വിടാറുണ്ട്. അത് ഏത് എങ്ങനെയാണ് അത് വിട്ടത് എന്നുള്ളത് അവരുടെ അടുത്ത് വീണ്ടും അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ആ ഹ്യൂമൻ റാബീസ് ഇമ്മ്യൂണോഗ്ലോബിൻ ആ വൂണ്ടിന് ചുറ്റും കൃത്യമായി കൊടുത്തിരുന്നോ, അതുപോലെ തന്നെ അതിന്റെ ബാക്കിയുള്ള ഭാഗം ഇൻട്രാമസ്കുലർ ആയിട്ട് വേറെ ഏതെങ്കിലും ഭാഗത്ത് ഇഞ്ചക്ഷൻ കൊടുത്തിരുന്നോ, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. താങ്കൾക്ക് അതിനെക്കുറിച്ച് അത്ര വിശദമായി അറിയാമോ? ഇല്ല, എനിക്ക് അത്ര എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കുട്ടിക്ക് തലയിലുള്ള മുറിവിന്റെ ചുറ്റുഭാഗത്തും കാര്യമായ ഇഞ്ചക്ഷനൊന്നും 2-3 ഇഞ്ചക്ഷനെ എടുത്തിട്ടുള്ളൂ എന്നാണ് കുടുംബം പറയുന്നത്. കഴുത്തിന് താഴെയുള്ള ഭാഗത്ത് കുറെ, അതായത് അവർ പറയുന്ന ഏകദേശം ഇതിന് അതെ എടുത്തിട്ടുണ്ട്. ആ 2-3 അത് കുടുംബം കൃത്യമായി കാണുന്നില്ലല്ലോ, കാരണം കുട്ടിയെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയ പിന്നെ ആളുകൾ പുറത്തല്ലേ ഉള്ളത്. അതാണ് അപ്പോൾ അതിലൊക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നത് ഇപ്പോൾ കുടുംബത്തിന്റെ സംശയങ്ങളൊക്കെ ആകാം. പക്ഷേ DMEയുടെ ആ പ്രതികരണം നമുക്കിപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊന്ന് പ്ലേ ചെയ്യാൻ പറ്റുമോ PCR? ഈ റേബീസ് വാക്സിനായിട്ട് ബന്ധപ്പെട്ടതും ആ പട്ടി കടിച്ചത് മുറിവ് തുന്നി പ്രോപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്തില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ അതിൽ ഇത് ക്ലാസ് 3 ബൈറ്റാണ്. ക്ലാസ് 3 ബൈറ്റ് ഒന്നും തന്നെയും നമ്മൾ ക്ലോസ് ചെയ്യാറില്ല. അതിൻ്റെ പ്രോട്ടോകോൾ പ്രകാരമാണ് ചികിത്സ നൽകിയിട്ടുള്ളത്. പിന്നെ കാലതാമസം വന്നത് ഇപ്പോൾ ഒരു ദിവസം മുതൽ 3 മാസം വരെയാണ് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു റേബീസിൻ്റെ. അപ്പോൾ ഇത് ആദ്യം കടിക്കുമ്പോൾ തന്നെ അത് ആഴത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ആ നെർവ് എൻഡിങ്ങിലോട്ട് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതും പ്രത്യേകിച്ച് തലഭാഗമാണെങ്കിൽ എത്രയും പെട്ടെന്ന് വൈറസ് അങ്ങ് സ്പ്രെഡ് ചെയ്യും. പിന്നെ നമ്മൾ ഇതായിട്ട് ചെയ്തിട്ട് നമുക്കൊരു പ്രൊഫൈലാക്സിസ് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈലാക്സിസ് കൊടുത്താൽ തന്നെയും ഇങ്ങനെ വരാം. അതാണ് ഡോക്ടർ ഡാനിഷ് സലീം. DMEയുടെ പ്രതികരണമാണ്. ഡോക്ടർ KV വിശ്വനാഥന്റെ പ്രതികരണം കേട്ടു. ഇതിനകത്ത് ഇദ്ദേഹം പറഞ്ഞതുപോലെ വളരെ നെർവെൻഡിങ്സിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, നെർവെൻഡിങ്സിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് മുഖത്തുള്ള ഇതിനാണെങ്കിൽ വളരെ വേഗത്തിൽ ഇത് സ്പ്രെഡ് വരും. അങ്ങനെയാണെങ്കിൽ മുഖം എത്രയും പെട്ടെന്ന് വാഷ് ചെയ്യുക, 30 മിനിറ്റ്, എത്രയും വേഗം ഇമ്മ്യൂണോഗ്ലോബിൻ അതിന് ചുറ്റും കൊടുക്കുക, ബാക്കിയുള്ളത് ഇൻട്രോമസ്കുലായിട്ട് കൊടുക്കുകയും പിന്നുള്ള ബാക്കിയുള്ള വാക്സിൻ, നേരത്തെ പറഞ്ഞ ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞത് വാക്സിനായിട്ട് കണക്കാക്കരുത്. അത് ഇമ്മീഡിയറ്റ് ആന്റിബോഡിക്ക് വേണ്ടിയാണ് ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുക്കുന്നത്. അത് മുറിവിന് ചുറ്റുമാണ് കൊടുക്കേണ്ടത്. അതിനുശേഷമുള്ളതാണ് വാക്സിൻ 0 ഡോസ്, പിന്നെ 3rd ഡോസ്,
പിന്നെ 7th ഡേ ഡോസ്, 14th ഡേ ഡോസ് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. കോയാസ് എന്തോ ഇടയ്ക്ക് പറയാൻ തുടങ്ങിയല്ലോ, എന്താണ്? ഞാൻ ഡോക്ടറോട് ചോദിക്കുന്നത്, അതായത് ഈ കുട്ടിയെ ഇത്രയും ഗുരുതരമായ പരിക്കുകളോടെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടും പരിക്ക് ഗുരുതരമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടിയുടെ സാമ്പിൾ എടുത്തിട്ട് ആ സമയം തന്നെ നമുക്ക് ടെസ്റ്റിന്, ആ സമയം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമായാലും ഒന്ന് ടെസ്റ്റിന് അയക്കാനുള്ള സംവിധാനം നമുക്കില്ലേ? ഈ കുട്ടി മരിക്കുന്നതിൻ്റെ ഏകദേശം ഒരാഴ്ച മുമ്പ്, ഒരു 4 ദിവസം മുമ്പാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ആ ഒരു ബ്ലഡും ബാക്കിയുള്ള സാമ്പിളൊക്കെ എടുത്തിട്ട് തിരുവനന്തപുരത്തെ ലാബിലേക്ക് ടെസ്റ്റിന് അയക്കുന്നത്. അത് കുറച്ച് നേരത്തെ നടന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമായിരുന്നില്ല എന്നൊരു സംശയം എനിക്ക് ഡോക്ടർ സംസാരം കേട്ടപ്പോൾ തോന്നിയതാണ്. നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. ആക്ച്വലി ഈ ടൈറ്റർ വാല്യൂ നോക്കുന്ന ഒരു മെത്തേഡൊക്കെ ഇപ്പോൾ ഉണ്ട്. അതായത് ഇപ്പൊ അത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് വരുന്നത്, ഇപ്പൊ ഞാനൊരു പട്ടിയെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ ഇന്ന് വാക്സിനേഷൻ എടുത്തെന്ന് കരുതിയോ, എനിക്ക് കടി കിട്ടുന്നതിന് മുമ്പാണ്, കടി കിട്ടുന്നതിന് മുമ്പ് വാക്സിനേഷൻ 0 ഡോസും 7th ഡോസും ഞാൻ എടുത്തു കഴിഞ്ഞെങ്കിൽ 1 മാസം കഴിഞ്ഞൊക്കെ എനിക്ക് ടൈറ്റർ വാല്യൂ നോക്കി എനിക്ക് അറിയാൻ പറ്റും എനിക്ക് ഇതിനെതിരെ പ്രതിരോധ ശക്തി ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. പക്ഷെ ഈ ഒരു കേസിൽ, അതായത് കുട്ടിയുടെ കണ്ടീഷനിൽ ഓൾറെഡി നമുക്ക് എടുക്കാനുള്ളത് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനുശേഷം 1 ഡേ കഴിഞ്ഞ് നമ്മൾ നോക്കിയാൽ ഇമ്മ്യൂണിറ്റി വന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഓൾറെഡി അത് ആ വൈറസ് ബ്രെയിനിന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വളരെ ഫാസ്റ്റ് ആണ് ഈ റാബിഡിന്റെ വൈറസ് സ്പ്രെഡ് ആവുന്നത്. അതാണ് 100% മോർട്ടാലിറ്റി ആണ്. 20 പേരെന്തോ ലോകത്ത് രക്ഷപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ വളരെ റെയർ ആണ് അത് രക്ഷപ്പെടാൻ. അതാണ് ഇതിന്റെ ഒരു കുഴപ്പം. കാരണം ഇപ്പൊ ഇത്രയും അധികം തെരുവുനായ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ലോകത്ത് എവിടെയും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ എന്റെ ഒരു റെക്കമെൻഡേഷനിൽ ഇത്രയും തെരുവുനായ ഇനിയും കടിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും 2 ഡോസ് വാക്സിൻ എടുത്ത് ഇതിനെതിരെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കണമെന്നാണ് ഒരു അഭിപ്രായം. അതെ, അതാണ് താങ്കളുടെ അഭിപ്രായം. ഞാൻ എത്താം താങ്കളിലേക്ക് തിരികെ. ശ്രീമതി റെജീന തോമസ്, താങ്കൾ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ കുന്നിക്കോട് സ്വദേശിനി 7 വയസ്സുകാരിയായ നിയ ഇപ്പോൾ SAT ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് എന്നതാണ്. കഴിഞ്ഞ 2 ദിവസമായി ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ആ കൊച്ചുകുട്ടി. 3 ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ട്. 4ാമത്തെ ഡോസ് എടുക്കേണ്ടുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ വന്നത്. പനി വരുന്നു കൃത്യമായി തന്നെ. ഇപ്പോൾ അമ്മയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. പ്രഥമ ശുശ്രൂഷ, അത് മുറിവ് കഴുകുക ഉൾപ്പെടെയുള്ളത് കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. പ്രതിരോധ വാക്സിനും അത് എടുക്കേണ്ടുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നതാണ്. അത് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചൊക്കെയാണ് വാക്സിൻ എടുത്തത് എന്ന് പറയുകയാണ്. പക്ഷെ പിന്നീട് ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് ഏപ്രിൽ 8-ന് അല്ലേ ഈ കടിയേറ്റത്. പിന്നീട് ഏപ്രിൽ 29-നാണ് പനി ബാധിച്ച് താലൂക്ക് ആശുപത്രിയിൽ പോകുന്നു. അവിടെ നിന്ന് SAT ആശുപത്രിയിലേക്ക് പോകുന്നു എന്നുള്ളത്. അപ്പോൾ വളരെ ഗുരുതരമായ പരുക്ക് ഈ കുഞ്ഞിനും ഏറ്റിട്ടുണ്ട് എന്നതാണോ താങ്കൾ ഇതിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കുഞ്ഞിനെ ഇതിന് ശേഷം. പക്ഷെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് SAT ആശുപത്രി സൂപ്രണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞത്. താങ്കൾ കണ്ടതാണോ ഇത് കുഞ്ഞിനെ? 8/4/2025 സംഭവം നടക്കുന്നത്. അപ്പോൾ 8/4/2025 സംഭവം നടക്കുന്നത്. അപ്പോൾ ആ സമയം തന്നെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്നു. അപ്പോൾ അവിടെ നിലവിൽ ഡോക്ടറും 2 സ്റ്റാഫ് നേഴ്സുമാരും ഉണ്ടായിരുന്നു. അവരുടൻ തന്നെ ഈ കുഞ്ഞിനെ നല്ല വൃത്തിയായിട്ട് അതിൻ്റെ കൈമുട്ടിന് മുകളിലായിട്ടായിരുന്നു കടിയേറ്റത്. വളരെ ആഴത്തിലായിരുന്നു. അതുകൊണ്ട് ബ്ലീഡിങ് ശരിക്കും നടന്നു. ആദ്യം പെട്ടെന്ന് നമ്മൾ ചിന്തിച്ചതുപോലെ ആക്സിഡൻറ്റ് പറ്റി വന്നതായിരിക്കും എന്നുള്ളതായിരുന്നു അവരുടെ എല്ലാം ഒരു കരുതൽ. പക്ഷേ പിന്നെയാണ് അറിയുന്നത് പട്ടി കടിച്ച് കൊണ്ടുവന്നത്. അവർ പെട്ടെന്ന് വളരെ നല്ല രീതിയിൽ സോപ്പൊക്കെ ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകി വൃത്തിയായിട്ട് കഴുകി അതിനുശേഷം അവർ ആദ്യത്തെ പ്രാഥമിക ചികിത്സ അവിടെ കൊടുത്തതിന് ശേഷം നമുക്ക് ആൻറ്റി റാബീസ് സിറം എടുക്കുന്നതിന് വേണ്ടി പുനലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. ഹോസ്പിറ്റലിൽ എടുത്തതിന് ശേഷം വീണ്ടും 2nd ഡോസും 3rd ഡോസും 4th ഡോസ് ഈ 6-ാം തീയതി 6/5-ലാണ് എടുക്കേണ്ടത്. അതിന് തൊട്ട് മുമ്പായിട്ട് ഈ കുഞ്ഞിനെ പനി ബാധിച്ചു. അപ്പോൾ അതിന് ഒരാഴ്ചയ്ക്ക് മുമ്പായിട്ട് ഈ കുഞ്ഞിൻ്റെ കൈക്ക് വേദനയുണ്ടായിരുന്നു. വേദനയും അതുപോലെ ഈ കടിച്ച ഭാഗത്തായിട്ട് നല്ല വേദനയുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അത് അവിടെ നിന്ന് ഉടനെ തന്നെ നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. കൊല്ലം ജില്ലാ ഹോസ്പിറ്റലിൽ വിട്ടുടനെ അതായത് നമ്മൾ ഈ മുറിവ്, ആഴത്തിലുള്ള മുറിവ്, അപ്പോൾ ഇതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയാണ് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് വിട്ടത്. അതുപോലെ പീഡിയാട്രിക് സർജൻ വേണമായിരുന്നു ഇതിനെ കാണിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജൻ ഇല്ലാത്തത് കൊണ്ട് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഇതിനെ കൊണ്ടുപോയെന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. ശരി. അത് കഴിഞ്ഞാണ് ഈ പനി വന്ന് നമ്മൾ പുനലൂർ കൊണ്ട് ചെല്ലുകയും അവിടുന്ന് നേരെ SATയിലേക്ക് വിടുകയും ചെയ്തത്. ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തന്നെ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും ഒടുവിലായി ലഭിച്ച വിവരവും അല്ലേ? ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനം ഇപ്പോഴും ഈ ഒരു അരമണിക്കൂറിന് മുമ്പ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമുക്ക് അറിയാൻ പറ്റിയത് വളരെ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. അങ്ങനെ തന്നെ തുടരുന്നു. ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്.
അത് അപ്പം കെട്ടിടം ഏറ്റവും പ്രധാനപ്പെട്ട പണിതുകൊണ്ടിരുന്ന വിഷയം ഈ ആളുകൾക്ക് വെള്ളം തെരുവുനായ്ക്കളുടെ കൊടുക്കാൻ ശല്യമാണ്. പോയതാണ് ഈ കുഞ്ഞ്. അതിനുശേഷം ഒരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ അതെ, അതെ. താറാവിനെ വീടിന് ആക്രമിക്കുന്നത് കണ്ടു. തൊട്ടടുത്തായിട്ടൊരു അതെ, അപ്പോൾ അതിനെ രക്ഷിക്കാൻ പോയതാണ്. അങ്ങനെയാണ് കുഞ്ഞിന് കടിയേറ്റത് അല്ലേ? ആക്രമിക്കുന്നുണ്ട്. അതെ 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 അതെ. ഏറ്റവും ദൗർഭാഗ്യകരമാണ്. തെരുവുനായുടെ ശല്യം വളരെ കൂടുതലാണ്. അതെ, നമുക്കതിലേക്ക് വരാം. ഏറ്റവും ദൗർഭാഗ്യകരം. ശ്രീ ജോസ് മാവേലി, താങ്കൾ ഈ തെരുവുനായ മുക്തമായ സമിതി എന്നുള്ള തരത്തിലേക്ക് അതിനുവേണ്ടിയൊക്കെ തെരുവുനായ മുക്ത സമിതി എന്നൊരു സമിതിയൊക്കെ ഉണ്ടാക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. മുൻപ് നമ്മൾ ഈ വിഷയത്തിൽ കുറച്ചു കാലം മുൻപാണ് ഒരു ചർച്ചയിൽ ഇരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പം ചില കണക്കുകൾ നമ്മളുടെ മുന്നിലുണ്ട്. അതായത് കഴിഞ്ഞ വർഷം 3.16 ലക്ഷത്തിലേറെ പേരെയാണ് ഈ ചികിത്സ തേടി ഇത്രയും ആളുകൾ കടിയേറ്റ് ഡോഗ് ബൈറ്റ് മൂലം ചികിത്സ തേടിയെത്തി എന്നുള്ളതാണ്. 3 ലക്ഷത്തിലേറെ പേര് കഴിഞ്ഞ വർഷത്തെ മാത്രം കണക്കാണ് ഞാൻ പറയുന്നത്. അതിൽ തന്നെ 1 ലക്ഷം പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട് എന്നതാണ്. ഇനി ഈ വർഷം ഇതുവരെ, ഈ വർഷം എന്ന് പറയുന്നത് മെയ് തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്കൊക്കെയുള്ള കണക്ക് 1 ലക്ഷം പേർ ചികിത്സ തേടി ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഇനി നമ്മൾ വർഷം തിരിച്ചൊരു കണക്ക് പരിശോധിച്ചാൽ 2020 5 പേർക്ക് മരണമാണ്. ഞാൻ മരണത്തിൻ്റെ കണക്കാണ് പറയുന്നത്. 2021 ആകുമ്പോഴേക്കും അത് 11 2022 ആകുമ്പോൾ 27 ആകുന്നു. 2023 25, ഇനി 2024 അത് 26. ഈ വർഷത്തെ കണക്ക് അത് അലാമിംഗ് ആണ് ശ്രീ ജോസ് മാവേലി. ഈ വർഷം ഇതുവരെ 13 മരണം എന്നുള്ളതാണ്. ഇതുവരെ എന്ന് പറയുമ്പോൾ അത് മെയ് തുടങ്ങുന്നതേ ഉള്ളൂ. 13 മരണം, അതിൽ തന്നെ ഏപ്രിൽ 6 മരണം ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ പരിശോധിച്ചാൽ 102 മരണം, 9 വർഷത്തിനിടെ 124 മരണം, അതിൽ തന്നെ 20 പേർ വാക്സിൻ എടുത്തിട്ടും മരിച്ചു. അപ്പോൾ ഇപ്പോൾ താങ്കളുടെ ഈ പ്രവൃത്തിയൊക്കെ താങ്കൾ കുറേ കാലം മുൻപ് തുടങ്ങിയതാണ്. അത് ഉന്മൂലനം ചെയ്യുക എന്നുള്ളതല്ല, നമുക്ക് കൃത്യമായ നിയമമൊക്കെ ഉണ്ട് അതിലെന്താണ് ചെയ്യേണ്ടത്, ABC ഉൾപ്പെടെ. അത് നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ നിയന്ത്രണ സംവിധാനം എത്രത്തോളം കാര്യക്ഷമമാണ്, അത് കാര്യക്ഷമമേ അല്ല എന്നതിൻ്റെ ഉദാഹരണമല്ലേ ഈ പറയുന്ന അലാമിംഗ് ആയി വരുന്ന കണക്കുകൾ, നമുക്ക് മുന്നിലേക്ക് വരുന്ന കണക്കുകൾ ശ്രീ ജോസ് മാവേലി? അതെ അതെ, വളരെ ദയനീയമാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. തെരുവുനായ്ക്കളുടെ വിലസൽ മൂലം പാവം കൊച്ചുമക്കൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യമായിട്ട് മരണപ്പെട്ട സിയാമോള്, ആ മാലാക കൊച്ചിന് ഞങ്ങളെല്ലാവരും കൂടി ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും ഒരു എന്താ പറയുക, ഒരു ബിഗ് സങ്കടാവസ്ഥ പറയുകയാണ്. ഞങ്ങളുടെ ഒരു മാപ്പ് അപേക്ഷ നൽകുകയാണ്. മുഖ്യമന്ത്രി അടക്കം മാപ്പപേക്ഷ വേണ്ടിയിട്ടില്ല. ആ കൊച്ചിന് വേണ്ടി ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും ഒന്നും ശബ്ദിക്കുന്നില്ല, ആരും അവിടെ പോകുന്നില്ല. എന്തൊരു കഷ്ടം നോക്കിയാൽ. പാവം ഒരു മാലാക കൊച്ച് എന്തുമാത്രം സഹിച്ചാണ് മരണപ്പെട്ടത്. അതുപോലെ എത്രയോ കൊച്ചുമക്കൾ ഇപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ട് കഴിയുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് ഇന്നിപ്പോൾ എല്ലാവരും ഭയന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ട് ഭാഗ്യലക്ഷ്മി, പത്തനംതിട്ട സ്വദേശിനിയാണ്. അതെ അതെ, ഡിസംബറിലാണ് പട്ടി കടിയേറ്റത്. ഈ കഴിഞ്ഞ മാസം 9 മരണമടഞ്ഞു എന്നുള്ളതാണ്. അതെ അതെ, ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊന്നും കാണുന്നില്ല. ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, UDF ആയാലും LDF ആയാലും BJP ആയാലും, ഇവരാരും ഇത് കാണുന്നില്ല ഈ അവസ്ഥകളൊന്നും. ഇവിടെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ സർവേ തന്നെ പറയുന്നുണ്ടല്ലോ, 4 ലക്ഷം തെരുവ് പട്ടികൾ ഇവിടെ ഉണ്ട്. 4 ലക്ഷം. അത് ഗവൺമെൻറ് കണക്ക്, എൻ്റെ കണക്ക്, ഞങ്ങളുടെ എല്ലാം കണക്ക് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു 20 ലക്ഷം തെരുവുപട്ടികളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഓരോ പെൺപട്ടിയും ഓരോ വർഷം 3 തവണ പ്രസവിക്കുകയാണ്. ഓരോ പ്രസവത്തിലും 10ഉം 15ഉം കുഞ്ഞുങ്ങളെയാണ് പ്രസവിച്ച് കൂട്ടുന്നത്. അങ്ങനെ പെരുകുകയാണ്. ഇതിനെ വേറെ സംഭവിച്ചാൽ ഇവിടുത്തെ തെരുവ് പട്ടികൾക്ക് 50% തെരുവ് പട്ടികൾക്കും ഒരു കണക്കെടുത്തപ്പോൾ പേവിഷബാധയുണ്ട്. കാരണം എന്താണ്, ഒരു പട്ടിക്ക് പേവിഷബാധ ഉണ്ടെങ്കിൽ തന്നെ ഇത് എല്ലാ പട്ടികൾക്കും ബാധിക്കും. അപ്പോൾ ഇവിടുത്തെ തെരുവ് പട്ടികൾക്ക് മുഴുവനും പേവിഷബാധയുണ്ട്. അപ്പോൾ അത്രയ്ക്കും വലിയൊരു ഭയാനകമാണ് ഇത്. മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഒരു സർവകക്ഷി യോഗം വിളിക്കണം. സർവകക്ഷി യോഗം വിളിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് എന്ത് വേണം, ഈ തെരുവ് പട്ടികളെ, ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി 2001 മുതൽ തെരുവ് പട്ടികളെ കൊല്ലാൻ പാടില്ലെന്ന് നിയമം വന്നിട്ടുണ്ട്. 2001 വരെ തെരുവ് പട്ടികളെ കൊന്നിരുന്നു. പോട്ടെ, ഇനിയിപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി അങ്ങനെയാണെങ്കിൽ തെരുവ് പട്ടികളെ നമുക്ക് സംരക്ഷിക്കാം. ഇന്നിപ്പോൾ തെരുവ് പട്ടികൾക്ക് ജീവിതം ഇല്ല. എല്ലാം ഇങ്ങനെ വണ്ടി ഇടിച്ചും അതുപോലെ തന്നെ പുഴു പിടിച്ചും മാരകമായ രോഗങ്ങൾ പിടിച്ചു നടക്കുകയാണ്. ഒരു തെരുവ് പട്ടിയുടെ അടുത്തേക്ക് ചെന്നാൽ മതി, നമുക്ക് പേടിയാവും. അതിൻ്റെ ആ വായല സലൈവ നമ്മുടെ ശരീരത്തിലായിട്ട് മുട്ടിയാൽ മതി, നമുക്ക് പേ പിടിക്കും. അത്രയ്ക്കും ഗൗരവമാണ്, അത്രയ്ക്കും ഭയാനകമാണ്.
എന്നിട്ട് പോലും ഇവിടെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ ഒരു സർവകക്ഷി യോഗം വിളിക്കുക. ഇപ്പം ഞങ്ങളൊക്കെ ഒരു സർവേ കണക്കെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട കൊച്ചൗസിൻ്റെ സാറും ഞങ്ങളൊക്കെ ഇവിടെ ഒരു 2018 ഞങ്ങളൊരു സംഭവം ചെയ്തിരുന്നു. ഇവിടെ കാലിലെ കൂവപ്പടി പഞ്ചായത്തിൽ അവിടെ ഒരു 2 ഏക്കർ സ്ഥലം പാറമട ഞങ്ങൾ വാടകയ്ക്ക് എടുത്തു. പാറമട അവിടെ ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഒരു 500ഓളം പട്ടികൾക്ക് സുഖമായിട്ട് ജീവിക്കാവുന്ന രീതിയിലുള്ള വലിയ പട്ടികളൊക്കെ പണിത് ഷെൽട്ടർ ഉണ്ടാക്കിയിരുന്നു. എന്നിട്ട് ആ ഷെൽട്ടർ ഉണ്ടാക്കിയപ്പോൾ ഇവിടെ തെരുവുനായ സ്നേഹികൾ പറഞ്ഞ് ആ സംഭവം അവിടെ മുടക്കി. അവിടെ രാഷ്ട്രീയക്കാർ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ രാഷ്ട്രീയക്കാർ ആരും ഈ തെരുവ് പട്ടികൾക്ക് വേണ്ടി അവർക്ക് അതിനെ മാറ്റുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നില്ല. അതൊരു വലിയൊരു അവസ്ഥയാണ്. ഇപ്പോൾ പാവം ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു കൊച്ച് ഇപ്പോൾ ഭയങ്കര എന്താ പറയുക ഗുരുതരാവസ്ഥയിൽ കിടപ്പുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ എത്തിയിട്ടുണ്ടോ? എവിടെ പോയി ഇവിടെ എന്താ പറയുക വിപ്ലവ പാർട്ടികളായ SFI, DYFI, KSU, INTUC, അതിന് BJPയുടെ ABVP ഇവരൊക്കെ എവിടെ പോയി? ഒരാൾ അവിടേക്ക് എത്തുന്നുണ്ടോ? ഒരാൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിനകത്തൊക്കെ എന്തോ ഒരു ചീഞ്ഞു നാറുന്ന വലിയ സംഭവമുണ്ട്. ഇവിടെ ഈ തെരുവ് പട്ടികൾക്ക് വാദിക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ആരാണ് തെരുവ് പട്ടികൾക്ക് വേണ്ടി വാദിക്കുന്നത്? ആരാണ് തെരുവ് നായ സ്നേഹികൾ? അവർക്ക് എവിടെന്നെങ്കിലും പൈസ കിട്ടുന്നുണ്ടോ? ഞാൻ പറയുന്നു, ഇത് പേവിഷബാധ മരുന്ന് കമ്പനികളുടെ ലോബികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ കുറേ ആൾക്കാരെ ഇങ്ങനെ ഇറക്കി വിട്ടേക്കാണ്. തെരുവ് പട്ടികളെ കൊന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര സങ്കടാവസ്ഥയാണ്. അവർക്കും ജീവിതം വേണം. അവർ കൊല്ലാൻ നിയമം അനുവദിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഇതിൽ ഈ നിയമം പരിശോധിച്ചു കഴിഞ്ഞാൽ 1960 മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമം അതിന്റെ 11ാം വകുപ്പ് പ്രകാരം അന്ന് തെരുവ് നായ്ക്കളെ കൊല്ലാം എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നീട് 2001 ആകുമ്പോഴേക്കും അനിമൽ ബർത്ത് കൺട്രോൾ ABC ചട്ടം അത് പ്രകാരം അത് നടപ്പിലാക്കിയിട്ടുണ്ട്. അതായത് ഇത് ചെയ്യാൻ പാടില്ല, കൊലപാതകം പാടില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് അതിന് പകരം ഇപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞു വരുന്നത് ഒരു ഡോഗ് പാർക്ക്. നമുക്ക് വേണ്ട വനപ്രദേശമുണ്ട്. വനത്തിലാണെങ്കിൽ ഇപ്പോൾ വന്യമൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു ഭയങ്കര സങ്കടാവസ്ഥയും ഭയങ്കര ഭീകരാവസ്ഥയാണ്. അപ്പോൾ ഈ തെരുവ് പട്ടികൾക്ക് അവിടെ നല്ല പാർക്കുകൾ ഉണ്ടാക്കുക. നല്ല പാർക്കുകൾ ഉണ്ടാക്കിയിട്ട് ഈ പട്ടികളെ മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോകുക. അവിടെ നല്ല ഭക്ഷണം കൊടുക്കുക. ഇപ്പോൾ ഭക്ഷണം കൊടുക്കാനൊക്കെ ഞങ്ങളൊക്കെ തയ്യാറാണ്. സ്പോൺസർ ചെയ്യാനായിട്ട് നിരവധി ആൾക്കാർ ഈ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കും. അപ്പോൾ നല്ലൊരു ജീവിതം ഈ തെരുവ് പട്ടികൾക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ തെരുവ് പട്ടികൾക്ക് ജീവിതം ഇല്ല. എല്ലാം വണ്ടി ഇടിച്ച് ചാകുന്നു. ശരീരം മുഴുവനും കുഷ്ഠരോഗം പിടിച്ച് ഇങ്ങനെ നടക്കുന്നു. ജനങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അടുത്തേക്ക് പോകാൻ തന്നെ പേടിയാവാണ്. കൊച്ചു മക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. സാധാരണ സ്ത്രീകൾക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നൊരവസ്ഥ. അത്രയ്ക്കും തെരുവുപട്ടികൾ വിലസുകയാണ്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം കാണേണ്ടത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ 99% ആൾക്കാർക്കും ഒരഭിപ്രായമുള്ളത്. എന്താണ് അഭിപ്രായം? തെരുവ് നായ്ക്കളെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റണം. അതിനുവേണ്ടി എല്ലാവരും റെഡിയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഒരു സർവകക്ഷി യോഗം വിളിക്കാൻ പറയുന്നത്. അങ്ങനെ സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാകും. കേരളത്തെ നമുക്ക് മാതൃകയാക്കാൻ പറ്റും. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അത്ര എളുപ്പമല്ല. കാരണം അവിടെ അന്ധവിശ്വാസങ്ങളും തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ കളിപ്പിക്കുകയാണ്. ഇവിടെ അതല്ല. ഇവിടുത്തെ ആൾക്കാർക്ക് ബുദ്ധിയുണ്ട്. അവർക്ക് എല്ലാവർക്കും കാര്യങ്ങളറിയാം. തെരുവ് പട്ടികളോട് ആർക്കും സ്നേഹമില്ല എന്ന് പറയാൻ കാരണം എന്താ? അവർക്ക് ജീവിതമില്ല. അപ്പോൾ തെരുവ് പട്ടികൾ സ്നേഹിക്കുന്നവർക്ക് വേണമെങ്കിൽ ഈ ഡോഗ് പാർക്കിൽ പോയിട്ട് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അവിടെ നല്ല ഭക്ഷണം കൊടുക്കാം. അവർക്ക് ബിരിയാണി മേടിച്ച് കൊടുക്കാം. അവിടെ പട്ടികളൊക്കെ നല്ല കൊഴുത്ത് വരുമ്പോൾ ആ പട്ടികളെ നമുക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് വളർത്താൻ കൊടുക്കാം. അതൊരു നല്ലൊരു വരുമാനമായിരിക്കും ഗവൺമെൻറ്റിന്. ഒപ്പം തന്നെ വന്യമൃഗങ്ങൾക്കൊക്കെ ഒരു സന്തോഷമായിരിക്കും. അവർക്ക് നാട്ടിലേക്ക് വരാനായിട്ട് മടിയായിരിക്കും. കാരണം തെരുവ് പട്ടികളെ കാണുമ്പോൾ അവിടെ കിടന്ന് ഈ പട്ടികളുടെ കൂടെ അവർക്ക് സന്തോഷിച്ച് കളിക്കാമല്ലോ. അവർ കളിച്ച് നടക്കട്ടെ, അങ്ങനെ അവരും ഉല്ലസിക്കട്ടെ. തെരുവ് പട്ടികൾക്ക് പിന്നെ ജീവിതം ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡോഗ് പാർക്ക് മുഖ്യമന്ത്രി പെട്ടെന്ന് ഒരു നിർമ്മിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഓരോ ജില്ലകൾക്കും ഓരോ അവകാശം കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം കൊടുക്കണം. ഓരോ പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുക്കണം. ഒരു പഞ്ചായത്തിലുള്ള തെരുവ് പട്ടികളെ അവിടുന്ന് മാറ്റുന്നതിനുള്ള അധികാരം ആ പഞ്ചായത്തിന് കൊടുക്കണം. അതിനൊക്കെ മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് സർവകക്ഷിയോഗം വിളിക്കുക. ഇതിനൊരു നിയമം കൊണ്ടുവരട്ടെ. അല്ലാതെ നമ്മളിങ്ങനെ പേടിച്ച് പറിച്ച് എന്നും തെരുവ് പട്ടികളുടെ അടിമകളായിട്ട് പോകണോ? എന്തൊരു കഷ്ടം അത്. മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാതെ കഷ്ടപ്പെടല്ലേ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ഇതിപ്പോൾ ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്കൊക്കെ ഇതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടൊക്കെ മാറ്റി വെച്ചിട്ട് അവിടെ ഒരു അലംഭാവം അവിടെ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഞാൻ റെജീന തോമസിലേക്ക് അതിന്റെ ഒരു മറുപടിയിലേക്ക് വരുന്നുണ്ട്. ജോസ് മാവേലി, ഞാൻ വരാം. പറയാൻ മറന്നുപോയി. ഈ വന്ധീകരണ പദ്ധതി എന്ന് പറയുന്നത്
എന്താണ് നടക്കുന്നത്? ഇപ്പോൾ എത്ര കോടി രൂപയാണ് വന്ധീകരിച്ച് നടത്തി തെരുവ് പട്ടികളെ കൊടുത്തിരിക്കുന്നത്? വല്ല കാര്യമുണ്ടോ? തെരുവ് പട്ടികളെ വന്ധീകരിക്കണമെങ്കിൽ മുഴുവൻ തെരുവ് പട്ടികളെ ഒപ്പം വന്ധീകരിക്കണം. ഒരു ആൺപട്ടി ഉണ്ടായ പോലെ മറ്റു പെൺപട്ടികൾ മുഴുവനും ഇങ്ങനെ ഗർഭം കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് പറയാനുള്ളത് വന്ധീകരണം വേറെ പ്രകസനമാണ്, അത് വിജയിക്കില്ല. ഇതൊക്കെ ഒരു എന്താ പറയുക, ഈ പേവിഷബാധ മരുന്ന് കമ്പനികളുടെ നിലവിലെ ചട്ടം അങ്ങനെയാണ്. 2023 അങ്ങനെയാണ്. ചട്ടത്തിൽ പറയുന്നത് ഇത് തന്നെയാണ്, ഈ തരത്തിലേക്ക് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ധാരാളം ഫണ്ട് നീക്കി വെക്കുന്നുണ്ടോ എന്നതിന് കണക്കുകളൊക്കെ ഉണ്ട്. എന്താണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അതിൽ അലംഭാവം പറ്റുന്നുണ്ടോ എന്നത് ഞാൻ അതിന്റെ ഉത്തരത്തിനായി റെജീനയിലേക്ക് എത്താം. അതിനു മുൻപായി ഡോക്ടർ ഡാനിഷ് സലീം, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൃത്യമായി ഇങ്ങനെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ, വാക്സിൻ എടുത്തിട്ടും മരണത്തിന്റെ വാർത്തകൾ വരുമ്പോൾ, ഒരു കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നു എന്ന വാർത്ത വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശങ്കയുണ്ടാകും. ഈ വാക്സിൻ്റെ പാളിച്ചയാണോ എന്നത്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട് വാക്സിൻ ഒരു തരത്തിലുള്ള പാളിച്ചയില്ല, പരാജയപ്പെടുത്തുന്നില്ല വാക്സിൻ എന്ന്. പക്ഷേ അത് കൈകാര്യം, ഈ കുത്തിവയ്പ്പ് എടുക്കുന്നതിലും അല്ലെങ്കിൽ വാക്സിൻ കൈകാര്യം ചെയ്യുന്നതിലും ഒക്കെ പാളിച്ച എവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നുണ്ടോ? ഇത് കീപ്പ് ചെയ്യേണ്ടെന്ന അതിൻ്റെ ഒരു താപനിലയുണ്ട്, അത് 2 ഡിഗ്രി മുതൽ 4-6 ഡിഗ്രി വരെയുള്ളത് എന്ന തരത്തിലേക്കാണ്. അത് കൃത്യമായി അത് പാലിക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ? ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ ഇപ്പോൾ ജനങ്ങൾക്കുണ്ട്. അതിലെവിടെയാണ്, എവിടെയെങ്കിലും ഒരു പാളിച്ചയുണ്ടോ എന്നുള്ളൊരു സംശയത്തിന് താങ്കൾ എന്താണ് മറുപടി പറയുക, ഡോക്ടർ ഡാനിഷ്? ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ ചോദ്യം ചോദിച്ചില്ലായിരുന്നെങ്കിൽ ജനങ്ങൾ ആക്ച്വലി ഇച്ചിരി ഒന്ന് ഡൈവേർട്ട് ആയി പോയേനെ. അതായത് റാബിസ് വാക്സിൻ ഫലപ്രദമാണോ എന്നുള്ളൊരു ചോദ്യമാണ് ശരിക്കും ഇൻഡയറക്ട്ലി ചോദിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വർഷം പട്ടി, അതായത് ഇതുപോലെ റാബീസ് കടിച്ചിട്ട്, പട്ടി പേവിഷബാധ ഏറ്റു വരുന്നത് അല്ലെങ്കിൽ ഇതുപോലെ തെരുവുനായി കടിച്ചു വരുന്ന കേസുകൾ 1 2 അല്ല. അതായത് ഏകദേശം 1000 അല്ലെങ്കിൽ 10,000 കേസുകളൊക്കെയാണ്, എനിക്ക് കറക്റ്റ് കണക്ക് അറിയില്ലെങ്കിലും അത്രയും കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ അകത്ത് മിക്ക കേസുകൾക്കും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വാക്സിൻ കൊടുക്കുന്നുണ്ട്. ഈ കാറ്റഗറി 3 ആണെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുക്കുന്നുണ്ട്, അതായത് ആ മുറിവിന് ചുറ്റുമുള്ള ഇഞ്ചക്ഷൻ. അത് കൊടുക്കുന്നത് കൊണ്ട് ഏകദേശം നമുക്ക് കുറേ മരണങ്ങൾ തടയാനായിട്ട് പറ്റുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ വാക്സിൻ എടുത്തതിന് ശേഷവും മരണം സംഭവിക്കുന്നു? അവിടെ ഒരു 7 കാരണത്തോളമാണ് എനിക്ക് കാരണങ്ങളായിട്ട് തോന്നിയത്. ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞാൽ, ആ കടിക്കുന്ന സ്ഥലം വളരെ പ്രധാനമാണ്. കടിക്കുന്ന സ്ഥലം മുഖവും അല്ലെങ്കിൽ കഴുത്തും ഒക്കെ ആണെങ്കിൽ അത് ബ്രെയിനിലോട്ട് പോകാനുള്ള യാത്ര വളരെ എളുപ്പമാണ്. വൈറസിന് സഞ്ചരിക്കാനുള്ള യാത്ര ചെറിയ ആൾക്കാർക്ക് പോലും മനസ്സിലാവുന്നില്ല, വളരെ വേഗത്തിൽ അത് ബ്രെയിനിലെത്തും, സ്പൈനൽ കോഡിലെത്താം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കടിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചെയ്യേണ്ടത് 15 മുതൽ 30 മിനിറ്റ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സോപ്പും വെള്ളം വെച്ച് കഴുകുക എന്നുള്ളതാണ്. ഇനി ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കഴുകാൻ കഴിയില്ല. ഒരു തുണി വെച്ച് അമർത്തി പിടിച്ച് എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തുകയും കഴുകിയിട്ടില്ല എന്ന് ഡോക്ടറോടും നഴ്സുമാരോടും പറയുകയും ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി അത് ക്ലീൻ ചെയ്യുകയും ചെയ്യും. സോപ്പും വെള്ളം വെച്ച് നല്ലോണം നിർബന്ധമായും ക്ലീൻ ചെയ്യണം. അതിനുശേഷം ചെയ്യേണ്ടത് പൊവിഡിനൈഡിനോ അല്ലെങ്കിൽ ബീറ്റാഡിൻ പോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വേണം അത് ക്ലീൻ ആയിട്ട് വാഷ് ചെയ്യാൻ. അത് വാഷ് ചെയ്താലും അവിടെ 30 to 40% നമ്മൾ ഈ റാബീസ് വൈറസിനെ അപ്പോൾ തന്നെ ഇല്ലാതാക്കുകയാണ്. ഇതാണ് നമ്മൾ ആദ്യത്തെ ഘട്ടം. അത് കഴിഞ്ഞതിന് ശേഷം കാറ്റഗറി 3 ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുത്തിരിക്കണം. അത് ഇപ്പം ചില സ്ഥലങ്ങളിൽ അത് സ്റ്റോക്ക് കാണില്ല എന്നുള്ളത് വളരെ പ്രശ്നമാണ്. സ്റ്റോക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക. പ്രത്യേകിച്ചും ഇതുപോലുള്ള ഈ പേവിഷബാധ ഏറ്റു വരുന്ന കേസുകളുടെ കണക്കുകൾ നമുക്ക് വളരെ കൃത്യമായി ഇപ്പം അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഏരിയകളിൽ ഉറപ്പായിട്ടും ഇമ്മ്യൂണോഗ്ലോബിൻ ഉണ്ടായിരിക്കണം. ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കേണ്ടത് മുറിവിന് ചുറ്റുമാണ്. 20 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ കിലോഗ്രാം ആണ് സാധാരണ കൊടുക്കേണ്ട ഡോസ്. എത്ര ആ മുറിവിന് ചുറ്റും കൊടുക്കാൻ പറ്റുമോ എത്രയും അവിടെ കൊടുക്കുക. ബാക്കിയുള്ളത് വാക്സിൻ എടുക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സ്ഥലത്തോ അല്ലെങ്കിൽ വേറൊരു ഭാഗത്ത് വേണം കൊടുക്കാൻ. അതും ഇമ്പോർട്ടന്റ് ആണ്. ഒരേ സ്ഥലത്ത് കൊടുക്കരുത്, കൊടുത്താൽ എഫക്റ്റീവ് അല്ല. അതും വളരെ ചില ആളുകൾക്ക് തെറ്റിപ്പോകാറുണ്ട്. അത് മാത്രമല്ല, ഈ എടുക്കുന്നത് സാധാരണ നമ്മൾ ഇടുപ്പിലല്ല ഈ വാക്സിൻ എടുക്കുന്ന ഇടുപ്പിലല്ല, ഡെൽറ്റോയിഡിലോ, അതായത് നമ്മുടെ കൈയിലോ അല്ലെങ്കിൽ ആന്റീരോ ലാറ്ററൽ പാർട്ട് ഓഫ് ദി തൈ, നമ്മുടെ തൊടയിലോ ആണ് വാക്സിൻ എടുക്കേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, ഇമ്മ്യൂണോഗ്ലോബിൻ അല്ല വാക്സിൻ എടുക്കേണ്ടത് 4 ഡോസാണ് എടുക്കേണ്ടത്. 0, 3, 7, 14. 0 എന്ന് പറഞ്ഞാൽ ആ കടിച്ച ദിവസം എടുത്തിരിക്കണം, പിന്നെ 3 ദിവസം കഴിഞ്ഞെടുത്തിരിക്കണം, പിന്നെ 7 ദിവസം കഴിഞ്ഞെടുത്തിരിക്കണം, 14ാമത്തെ ദിവസം എടുത്തിരിക്കണം. ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആണ്, HIV പോലുള്ള അസുഖങ്ങളുണ്ട്, സ്റ്റീറോയിഡുകൾ ഒത്തിരി ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ പ്രതിരോധ ശക്തി വളരെ കുറവാണെങ്കിൽ 5ാമത്തെ ഡോസും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അത് 28ാമത്തെ ദിവസമാണ്. ഇത് എടുക്കുന്നത് കുറെ നാൾ കഴിഞ്ഞ് ഇമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 7 ഡേ ആകുമ്പോഴേ ഇമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. വളരെ കാറ്റഗറി 3ക്ക് എന്തുകൊണ്ട് ഇമ്മ്യൂണോഗ്ലോബിൻ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ, ഇമ്മീഡിയറ്റ് ആന്റിബോഡി കൊടുത്താൽ മാത്രമേ ഈ വൈറസ് പ്രോഗ്രസ് ചെയ്യാതിരിക്കൂ. താങ്കൾ പറഞ്ഞ പോലെ മുറിവിന് ചുറ്റും കുത്തിവെക്കുന്നത്, അത് പുറത്തേക്ക് പോകാതെ മാംസഭാഗത്ത് തങ്ങി നിൽക്കുന്ന തരത്തിലേക്കാകണം അത് കുത്തിവെക്കേണ്ടത്. ഞാൻ വായിച്ചറിഞ്ഞതാണ്.
അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ? ആ തരത്തിലേക്കാണ് അത് കുത്തിവെക്കുന്നവർ ഇതേക്കുറിച്ച് അത്രയും എക്സ്പെർട്ടീസ് ഉള്ളവരായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. ഈ വാക്സിൻ കുത്തിവെക്കുന്നത് ഈ സൂചിയുടെ ചർമ്മം കടന്ന് ഒരുപാട് ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ പ്രയോജനം കിട്ടാതെ വരും. അപ്പോൾ ഇതൊക്കെ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് സാധാരണക്കാരായ ആളുകൾക്ക് എങ്ങനെ അറിയാൻ പറ്റും ഡോക്ടർ ഡാനിഷ്? ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ വീണ്ടും വീണ്ടും ഇതിന് ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കണം. സാധാരണ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നത് പോലെ അല്ല ഈ ഇഞ്ചക്ഷൻ ആ മുറിവിന് ചുറ്റും തന്നെ എടുത്തിരിക്കണം. അതിന്റെ ബാക്കിയുള്ളത് അതേ ഭാഗത്ത് കൊടുക്കാതെ മറ്റിടത്ത് കൊടുക്കണം. എനിക്കറിയാം ഇപ്പോഴും രണ്ടും ഒരേ സ്ഥലത്ത് കൊടുത്തിട്ടുള്ള പല സ്ഥലങ്ങളും എനിക്കറിയാം. അതൊക്കെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. വീണ്ടും അത് സർക്കാർ തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കണം. കാരണം കൃത്യമായ എഡ്യൂക്കേഷൻ 100% മോർട്ടാലിറ്റി ഉള്ള അസുഖമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൃത്യമായ വാക്സിനേഷൻ എങ്ങനെ കൊടുക്കണമെന്നുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഫസ്റ്റ് എയ്ഡിന് CPR ക്ലാസ് എടുക്കുന്നത് പോലെ തന്നെ ഈ റാബീസ് വാക്സിൻ എങ്ങനെയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ സ്റ്റോർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, നമ്മുടെ അടുത്ത് ഈ വാക്സിൻ സ്റ്റോർ ചെയ്തതിൽ എന്തെങ്കിലും അപാകത ഉണ്ടോ എന്നുള്ളത്. അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം 2 to 8 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ വാക്സിൻ സ്റ്റോർ ചെയ്യേണ്ടത്. അതിൽ എന്തെങ്കിലും ഒരു പാളിച്ച ഉണ്ടെങ്കിൽ വാക്സിൻ ഇൻഎഫക്റ്റീവ് ആവാൻ സാധ്യത ഉണ്ട്. രണ്ടാമത് എക്സ്പയറി ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചെക്ക് ചെയ്തിരിക്കണം. മൂന്നാമത് ഈ നമ്മൾ കൊടുക്കുന്ന 2 തരത്തിലുള്ള ഇഞ്ചക്ഷൻ ഉണ്ട്, ഇൻട്രാമസ്കുലറും ഉണ്ട്, ഇൻട്രാഡെർമലും ഉണ്ട്. ഇൻട്രാഡെർമൽ എന്ന് പറഞ്ഞാൽ 0.1 ml മാത്രമേ നമ്മൾ അവിടെ കൊടുക്കാറുള്ളൂ. ഇൻട്രാമസ്കുലർ ആണെങ്കിൽ 0.5 ml ആണ്. അപ്പം എടുക്കുന്ന നേഴ്സ് ഇൻട്രാമസ്കുലർ ആണെങ്കിൽ 0.1 ml എടുത്ത് കൊടുത്താൽ അവിടെ എഫക്റ്റീവ് ആകില്ല. അങ്ങനെയുണ്ട്. ശ്രീമതി റെജീന, ഞാൻ നേരത്തെ ചില കണക്കുകൾ എൻ്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതായത് ഈ തെരുവുനായ ആക്രമണം തടയാനുള്ള പദ്ധതികൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഈ പുതിയ സാമ്പത്തിക വർഷത്തിലും അത് അങ്ങനെ തന്നെയാണ്. വാക്സിനേഷൻ, അതുപോലെ അനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ്, റാബിസ് ഫ്രീ കേരള, ഇങ്ങനെയൊക്കെയുള്ള കുറേ പദ്ധതികളുണ്ട്. ഈ പദ്ധതികൾക്ക് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ നീക്കിവെച്ചിട്ടുള്ള 47.6 കോടി രൂപയാണ്. അത് കൂടാതെ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. നായകളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് 2 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ABC കേന്ദ്രങ്ങൾ സംസ്ഥാനത്താകെ 15 ABC കേന്ദ്രങ്ങൾ എന്നതാണ് കണക്ക്. പക്ഷേ അതിൽ 5 സെന്ററുകൾക്ക് സ്ഥലം കണ്ടെത്തി പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എന്നതാണ്. ഇനി വാക്സിനേഷന്റെ കാര്യത്തിലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. ഉടമസ്ഥരോട് പറയുന്നത് സ്വന്തം നായ്ക്കളെ വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ തെരുവ് നായ്ക്കളെ വാക്സിനേറ്റ് ചെയ്യണമെന്ന നിർദ്ദേശമുണ്ട്. ആ ഡ്രൈവ് ഉണ്ട്, വാക്സിനേഷൻ ഡ്രൈവ്, അതും നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഇതിലൊക്കെ പക്ഷെ വീഴ്ച വരുന്നുണ്ട് എന്ന ആരോപണത്തിനുള്ള മറുപടി എന്താണ് റെജീന? നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ എല്ലാ വർഷവും വെറ്റിനറി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തെരുവ് നായ്ക്കളെയും അതുപോലെ തന്നെ വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾക്കും വാക്സിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈ തെരുവ് നായ്ക്കളെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് പറ്റാത്ത ഒരവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് തെരുവ് നായ്ക്ക് കൂടുതലായിട്ട് നമുക്ക് വാക്സിൻ എടുക്കാൻ പറ്റാതെ പോകുന്നത്. എങ്കിലും നമ്മുടെ മുൻപിലെ കിട്ടുന്ന നായ്ക്കൾക്കെല്ലാം നമ്മൾ വാക്സിൻ എടുത്ത് വിടുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്കിതുവരെ ABC യൂണിറ്റ് നമ്മൾ തുടങ്ങിയിട്ടില്ല. എങ്കിലും ജില്ലാ പഞ്ചായത്തുമായിട്ട് സഹകരിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ തന്നെ തുക വകയിരുത്തി കുരിയോട്ടുമലയിൽ ഒരു ഷെൽട്ടർ നിർമ്മിക്കുന്നതിനുള്ള പണികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഷെൽട്ടറിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ തെരുവ് നായ്ക്കളെ നമുക്ക് അവിടേക്ക് മാറ്റാമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഇപ്പോഴുണ്ട്, നിലവിലുണ്ട്. എങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ പെട്ടെന്നുണ്ടാകുന്ന ഈ വിഷയങ്ങൾ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അടിയന്തരമായിട്ട് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി കൂടി നിലവിലുള്ള മൊബൈൽ യൂണിറ്റ് ഉണ്ട്. അപ്പം വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിനുള്ള മൊബൈൽ യൂണിറ്റിനെ വരുത്തിക്കൊണ്ട് നമ്മുടെ തെരുവ് നായ്ക്കളെ പിടിച്ച് വന്ധീകരണം നടത്തുക എന്നുള്ളൊരു നിർദ്ദേശം നമ്മുടെ ഇന്നലത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നമ്മൾ അംഗീകരിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കുറച്ചേറെ തെരുവ് നായ്ക്കളെ നമുക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസവും നമ്മൾ. ഇതിപ്പോൾ ഈ പെട്ടെന്നുണ്ടായത് എന്ന് താങ്കൾ പറയുമ്പോൾ അതിനോട് യോജിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് റെജീന. കാരണം കുന്നിക്കോട് എന്നുള്ള സ്ഥലത്ത്, അവിടെയാണല്ലോ ഇപ്പോൾ ഈ കുട്ടിയുടെ സ്ഥലം, അവിടെയാണ്. അവിടെ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ ഇന്നലെ ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്തിരുന്നു. ആ നിൽക്കുന്ന സ്ഥലത്തൊക്കെ എത്രയധികം നായ്ക്കളാണെന്നറിയാമോ? അവിടെ നടക്കാൻ പേടിയാണ്. അപ്പോൾ ആളുകളുടെ പ്രതികരണം നമ്മൾ കാണുകയാണ്. ഞങ്ങൾക്ക് ഭയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രൂക്ഷമായ തെരുവുനായ ശല്യമുള്ള മേഖലയാണത്. അപ്പോൾ ഇത് പെട്ടെന്നൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അടിയന്തരമായി യോഗം ചേരുന്നു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുണ്ടല്ലോ. അല്ല, അത് തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷേ നമുക്കിതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാലിന്യങ്ങൾ എവിടെ കൂടിക്കിടക്കുന്നോ അവിടെ തെരുവുനായകൾ പെരുകുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള, കാരണം ഈ കഴിഞ്ഞ 30-നകത്ത് നമ്മൾ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പഞ്ചായത്തിലുള്ള ഈ മാലിന്യങ്ങൾ കൂട്ടിയിടുന്ന എല്ലാ ഭാഗവും നമ്മൾ
ശുചീകരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ മാസമോ മറ്റോ ഒരു വേസ്റ്റുകൾ, മാലിന്യങ്ങൾ ഇതുപോലെ അവർ തന്നെ ഒരു നീക്കം പേപ്പട്ടി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കടിച്ച സംഭവം അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ട് അല്ലല്ല, അല്ലേ? ഒരു വർഷം അല്ല, കഴിഞ്ഞ വർഷമാണോ? അതെ, അതായത് അതെ, കഴിഞ്ഞ വർഷം നടന്നൊരു സംഭവമായിരുന്നു. ഏതായാലും നാട്ടുകാർ നമ്മളോട് പറയുന്നത് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല, പഞ്ചായത്ത് നിഷ്ക്രിയമാണ്, ഇതാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. അല്ല അല്ല അല്ലല്ല അങ്ങനെയല്ല. തീർച്ചയായിട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ തെരുവുനായ്ക്കളെ നീക്കം ചെയ്യാനായിട്ടുള്ള എല്ലാ മാർഗ്ഗങ്ങളും നേരത്തെ മുതൽ നോക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ABC യൂണിറ്റ് വന്ധീകരണത്തിൻ്റെ ഭാഗമായിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എങ്കിൽ വാക്സിനേഷൻ നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന വിഷയങ്ങൾ അടിസ്ഥാനത്തിൽ നമ്മൾ ആർക്കെങ്കിലും പെട്ടെന്ന് തെരുവുനായ കടി കിട്ടുകയാണെങ്കിൽ അവരെ പെട്ടെന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിനും തുടർന്നുള്ള ചികിത്സകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ജാഗ്രതാ സമിതികൾ വാർഡ് തലത്തിലുണ്ട്. പിന്നെ ഇതിനെ നീക്കം ചെയ്യുക എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വിഷമഘട്ടമാണ്. ഒരു കാര്യം എന്താണ് ശ്രീ ജോസ് മാവേലി? ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷം തോന്നിയത്, അവിടെ ഒരു ഷെൽട്ടർ പണിയാൻ പോകുന്നു എന്ന് പറയുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ അത് റെജിന മാഡത്തിന് പ്രത്യേകം ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അങ്ങനെ ഷെൽട്ടർ പണിയുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു മാതൃകയായിരിക്കും ഇവിടുത്തെ എല്ലാ പഞ്ചായത്തുകൾക്കും. അപ്പോൾ അങ്ങനെ ഷെൽട്ടർ പണിയാൻ പെട്ടെന്ന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സപ്പോർട്ടുണ്ട്. ഞങ്ങൾ അതിനു വേണ്ടി ഞങ്ങളും സ്പോൺസർ ചെയ്യാൻ കുറേ കാര്യങ്ങൾ, ഞങ്ങൾ അവിടുത്തെ തെരുവ് പട്ടികളെ പിടിക്കാനായിട്ട് പട്ടിപ്പിടുത്തക്കാരെ ഞങ്ങൾക്ക് കൊണ്ടുവരാം. പട്ടിപ്പിടുത്തക്കാരെ ഞങ്ങളെ അറിയാവുന്ന കുറേ പട്ടിപ്പിടുത്തക്കാരുണ്ട്, അവരെ പൈസ ഞങ്ങൾ വേണ്ടി കൊടുക്കാം. അങ്ങനെ നല്ല കാര്യങ്ങൾ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ആ തെരുവ് പട്ടികൾക്ക് ഷെൽട്ടർ ഇടുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഞങ്ങൾ സ്പോൺസർ ചെയ്യാം. അപ്പോൾ ഇതൊരു നല്ലൊരു സംഭവമാണ്. അത് ഞങ്ങൾ ജനസേവയും അതുപോലെ ഇവിടുത്തെ നല്ല ആൾക്കാരും കുറേ ആൾക്കാരും കൂടി ഞങ്ങൾ ഒത്തിരി കാര്യം അതിനുവേണ്ടി ചെയ്യാം. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അത് ഉടനെ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. കാരണം കേരളത്തിൽ തന്നെ ഒരു മാതൃകയായിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ഞങ്ങൾ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. അതിനെക്കുറിച്ച് പറയാമോ എന്തെങ്കിലും? അതായത് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏകദേശം 80% പണി അതിന്റെ പൂർത്തിയായി കഴിഞ്ഞു. അതെ, ഇപ്പോൾ ശ്രീ ജോസ് മാവേലി, അതിൽ ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല, നമ്മൾ പലയിടത്തും ഇത്തരം തെരുവുനായ ശല്യം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് കലൂരിൽ 5 പേരെ തെരുവുനായ ആക്രമിച്ചു എന്ന വാർത്ത നമ്മൾ കണ്ടത്. 5 പേരെയാണ് കലൂരിൽ ആക്രമിച്ചിരിക്കുകയാണ്. അപ്പം ഇത് എറണാകുളം നഗരത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ നമ്മൾ കേരളത്തിൽ ഉടനീളം ഇത്തരം ഷെൽട്ടർ ഇതിന് അനുവദിച്ച കേന്ദ്രങ്ങളിലൊക്കെ പലയിടങ്ങളിലും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അത് തുടങ്ങാൻ കഴിയാത്ത പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങളുടെയൊക്കെ സഹകരണത്തോടെ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയാൽ നല്ല കാര്യമാണ്. ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നതിന് ഉത്തരം. എത്ര പേർക്കാണ് അവിടെ, എത്ര തെരുവുപട്ടികൾക്ക് അവിടെ പാർപ്പിക്കാൻ പറ്റും എന്ന കാര്യങ്ങൾ അറിഞ്ഞില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിക്കാമോ, എത്ര തെരുവുപട്ടികൾക്ക് അവിടെ താമസിക്കാൻ പറ്റും? അതെ, അത് ഏത് തരത്തിലേക്കാണ് ആ സംവിധാനം നിങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ് ചോദ്യം. അതെ അതെ, എത്ര പട്ടികൾക്ക് അവിടെ പാർപ്പിടം കൊടുക്കാൻ പറ്റും? ജില്ലാ പഞ്ചായത്തുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ്. അതെ, എത്ര വലിപ്പമുണ്ട് യൂണിറ്റിന്റെ അതായത് 80% വർക്ക് പൂർത്തിയായി കഴിഞ്ഞു. അതെ, എത്ര അത് കൊല്ലം ജില്ലയ്ക്ക് വേണ്ടിയാണ്, ജില്ലയിലുള്ള. ആയിക്കോട്ടെ, എന്റെ ചോദ്യമാണ് എത്ര പട്ടികൾക്ക് അവിടെ കിടക്കാൻ പറ്റും? അതാണ് ചോദ്യം. സുഖമായിട്ട് 2000-ഓളം ഏറ്റവും വലിയൊരു യൂണിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്, ജില്ലയ്ക്ക് വേണ്ടിയാണ്. ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ 2000 പട്ടികളെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ്. അപ്പൊ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇനി ബന്ധപ്പെടണം അല്ലേ? ഓക്കെ, ഏതായാലും അത്ര കാര്യം പറഞ്ഞു തന്നത്. നമുക്ക് ഇതുപോലെ എല്ലാ ജില്ലാ പഞ്ചായത്തുമാരും ഏകദേശം 80% പണി പൂർത്തിയായി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മാതൃകപരമാണ്. അപ്പൊ ജനങ്ങളെ സപ്പോർട്ട് ഉണ്ടാക്കാം, വളരെ നല്ല കാര്യമാണ്. അത് നല്ലൊരു മീഡിയ കവറേജ്. ജോസ് മാവേലി, നമ്മുടെ സംസ്ഥാനത്തുള്ള തെരുവുനായ്ക്കളുടെ കണക്ക് 4 ലക്ഷത്തിലധികം എന്നുള്ളതാണ്. അതെ, അല്ല ഇതൊരു ഒരു സ്ഥലത്തെങ്കിലും അത്രയും ചെയ്താൽ അത്രയായല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലായിടത്തും തന്നെ തുടങ്ങണം. അതാണ് ഞാൻ പറയുന്നത്. അനുജ മാഡം, ഇതിന് നമുക്ക് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. കാരണം ആരും രംഗത്ത് വന്നിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു പഞ്ചായത്തും ഒരു ജില്ലാ പഞ്ചായത്തും വരികയാണെങ്കിൽ അതൊരു മാതൃകപരമാണ്. അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. എത്രയും പെട്ടെന്ന് തെരുവുപട്ടികളെ ഇവിടുന്ന് മാറ്റുക. ജനങ്ങൾ ജീവിക്കണ്ടേ? പാവം കൊച്ചുമക്കള്, ഇനിയിപ്പോൾ എത്ര കൊച്ചുമക്കൾ ഇനി മരിക്കാൻ കിടക്കുന്നു. ഒരു പട്ടി കടിച്ചാൽ ഉണ്ടാകാതിരിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം. ഇപ്പൊ ഈ ABC പ്രോഗ്രാം എന്നുള്ളത് തന്നെ ശ്രീമതി റെജീന 2001 മുതൽ, താങ്കൾക്ക് ഒരുപക്ഷെ ആ സമയത്ത് താങ്കൾ ഭാരവാഹിയൊന്നും അല്ലാത്തതുകൊണ്ട് പറയാൻ കഴിയില്ല, പക്ഷേ ഇത് 2001 മുതൽ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പാക്കി തുടങ്ങിയിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധി ഇത് ഇത്ര രൂക്ഷമാകില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊക്കെ വലിയ ലാപ്സ് സംഭവിച്ചിട്ടുണ്ട്. 2015-16 മുതൽ മാത്രമാണ് നമ്മളിവിടെ ഇത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കി തുടങ്ങിയിട്ടുള്ളത് എന്നതൊക്കെയാണ്. അപ്പോൾ ഇത് പെരുകുകയാണ്. അതായത് നിലവിലുള്ള പല യൂണിറ്റുകളും ഇപ്പോൾ പ്രവർത്തനരഹിതമായി കിടക്കുന്നു എന്ന് നേരിൽ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ.
അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പുതിയൊരു ഷെൽട്ടർ വന്നു കഴിഞ്ഞാൽ ആ ഷെൽട്ടറിലേക്ക് നമുക്ക് മാറ്റാമെന്നുള്ള ഒരു വിശ്വാസം വന്നത്. കാരണം ശീതീകരിച്ച റൂമും അതിൻ്റെ ഒത്തിരി ഇതുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു ABC യൂണിറ്റ് രൂപീകരിക്കുമ്പോൾ അതിനൊത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. സാമ്പത്തിക ബാധ്യതകൾ ഒത്തിരി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ച് അതിനേക്കാൾ ഏറ്റവും നല്ലതൊരു എവിടെയെങ്കിലും ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം ഫണ്ടൊക്കെ അനുവദിക്കുന്നുണ്ടല്ലോ ഇല്ലേ? രൂപീകരിച്ച് അവിടെ ഈ ഫണ്ട് ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ സ്ഥലം കണ്ടെത്തി അതെ, സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി ഞാനും മനസ്സിലാക്കുന്നത്. ഷെൽട്ടർ തെരുവ് നായ്ക്കൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അത് സ്ഥലം കണ്ടെത്തുക സാധാരണഗതിയിൽ ആളുകൾ സമ്മതിക്കുന്ന ഒരു കാര്യവും അല്ല അത്. അതെ, അതിനകത്ത് വേറെ ഒരു വിഷയം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുരുവട്ടമലയുമായി ഈ കോയാസ് ഇപ്പോൾ ഇതിൽ എന്താണ് കുടുംബത്തിന്റെ അടുത്ത നീക്കം എങ്ങനെയാണ്? അവർ പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? കുടുംബം പരാതിയുമായി മുന്നോട്ട് പോകണമെന്ന അഭിപ്രായത്തിൽ തന്നെയാണുള്ളത്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കിതിൽ കുറേ ചർച്ചകൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെക്കാൾ വില നമ്മൾ തെരുവ് നായ്ക്കൾക്ക് പല ആളുകളും കൊടുക്കുന്നതാണ് ഇതിലെ ഒരു വലിയൊരു പ്രശ്നം. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഈ കുട്ടിയെ കടിച്ചു ഏകദേശം 1 വർഷം മുമ്പ് ഇതേപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഈ പ്രാദേശിക ഭരണകൂടങ്ങൾക്കൊക്കെ ഈ അക്രമികളായ തെരുവ് നായകളെങ്കിലും ഒന്ന് പിടിക്കാനുള്ള ഒരു നിയമം കൊണ്ടുവരാണെങ്കിൽ കുറേയൊക്കെ ഇതിൽ നിന്ന് കുറേ ആളുകളെ രക്ഷിക്കാൻ കഴിയും. കാരണം എന്തെങ്കിലും സംഭവം വന്നു കഴിഞ്ഞിട്ടാണ് അത് കേന്ദ്രത്തിന്റെ നിയമം അത് അനുവദിക്കുന്നില്ല. ചട്ടം പുതുക്കി 2023 വരുമ്പോൾ പോലും അത് ഈ പറയുന്ന ബർത്ത് കൺട്രോൾ എന്നതിലേക്കാണ് വന്നിട്ടുള്ളത്. ഈ ജോസ് മാവേലിക്കൊക്കെ അനുഭവം ഉള്ളതാണ്, അദ്ദേഹം ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുള്ളതാണല്ലേ. 20 കേസുണ്ട് എൻ്റെ പേരിൽ. 20 സ്ഥലത്ത് നമ്മൾ തെരുനായ്ക്കളെ കൊല്ലുന്നതിന് കൂട്ടുന്നതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ 20ഓളം കേസുകളുണ്ട്. ഇപ്പോൾ ഇവിടെ വർക്കലയിൽ ഒരു 75-80 വയസ്സ് പ്രായമുള്ള ഒരാളെ അയാളുടെ വീട്ടിലിരിക്കുമ്പോൾ തെരുവ് പട്ടികളെ, ഒരു കൂട്ടം പട്ടികളെ, ഒരു 10-20 പട്ടികളെ വന്ന് അയാളെ തലച്ചോറൊക്കെ കടിച്ച് കീറി അയാൾ അങ്ങനെ കൊന്ന് എന്താ പറയുക, വളരെയധികം വേദനെടുത്ത് അയാൾ മരിക്കേണ്ടി വന്നു. എന്നിട്ട് അവിടെ പോയി തെരുവ് പട്ടികളെ കൊല്ലുന്നതിന് നാട്ടുകാരെല്ലാം ഒന്നിച്ചു കൂടിയതാണ്. അവിടെ നാട്ടുകാരുടെ അഭിപ്രായം അനുസരിച്ച് തെരുവ് പട്ടികളെ കൊല്ലുകയും ചെയ്തു. അതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ കേസ് എടുത്തു. അതുപോലെ 20ഓളം കേസ് പല സ്ഥലത്ത് എൻ്റെ പേരിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് കേസ് എടുത്തോട്ടെ, പക്ഷേ ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? എന്തൊരു കഷ്ടമായി കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും നിയമങ്ങളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ. അതെ, ഇപ്പൊ നമ്മള് ജനാധിപത്യം എന്ന് പറയുന്നത് ഈ 5.5 വയസ്സുള്ള കുട്ടി, അതെ, പാവം കൊച്ച്, 5.5 വയസ്സുള്ള ഈ കുട്ടിക്ക് സംഭവിച്ച ഇത് കേരളത്തിലെ പല സ്ഥലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിന് എങ്ങനെ സഹിക്കാൻ പറ്റും? അതിൻ്റെ ഇടയിൽ കൂടിയാണ് പിന്നെ ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇതിൽ തന്നെ ചെറിയൊരു വിഷയം കൂടി പറയാനുള്ളത്. തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇവർ വാക്സിൻ എടുക്കാൻ ബില്ലിംഗ് അല്ല, റെഡി അല്ല എന്ന് പറഞ്ഞിട്ടാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയതെന്ന് അവർ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. അവർ രക്ഷിതാക്കൾ അങ്ങനെ അറിയില്ല, അങ്ങനെ പറയില്ലല്ലോ. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും കുട്ടിക്ക് വേണ്ട മരുന്നിനല്ല അവർ വന്നത്. ഇവിടെ മരുന്നില്ല എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ അവർ പിന്നെ പറയുന്നത് ഇവർ ബില്ലിംഗ് അല്ല, രക്ഷിതാക്കൾ മെഡിക്കൽ കോളേജിലേക്ക് പെട്ടെന്ന് എത്തിക്കണമെന്നാണ് പറഞ്ഞത് അവർ വാർത്തയിൽ പറഞ്ഞത്. അതൊക്കെ ഈ മരണപ്പെട്ട് കിടക്കുന്ന കുടുംബത്തിന് കിട്ടുന്ന രണ്ടാമത്തെ ഒരു അടി കൂടിയാണ്. അവരെങ്ങനെങ്കിലും അവരെ കുഞ്ഞിനെ രക്ഷിക്കാനല്ലേ നോക്കുക. തീർച്ചയായും. എന്തുകൊണ്ടാണ് അതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വരാത്തത് എന്നതൊക്കെ നമ്മൾ പ്രതികരണം വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ കോയാസ്, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഡോക്ടർ ഡാനിഷ്, ഇപ്പൊ പത്തനംതിട്ടയിൽ മരിച്ച ആ പെൺകുട്ടിയുടെ കുടുംബവും അവരും പറയുന്നത് അവർക്കും പരാതികളുണ്ട്. ഡിസംബറിലാണ് ആ സംഭവം ഉണ്ടായത്, കടിയേറ്റ്. അതിനുശേഷം കഴിഞ്ഞ ദിവസം മരണമടയുകയാണ്. ഇത് ആദ്യം തന്നെ ഏപ്രിൽ തന്നെ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ്. പിന്നീട് ഈ 9-ാം തീയതിയാണ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ മരണമടയുന്നത്. അപ്പോൾ ഇതിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ ഈ പട്ടി അടുത്ത 2 ദിവസം കടിച്ചു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ചത്തുപോയി. എന്നിട്ട് പോലും ആരും പരാതിപ്പെട്ടതാണ്, എന്നിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട്. അത് ചെയ്യേണ്ടുന്ന ആളുകൾ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇനി കടിയേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇതിൽ പ്രാഥമികമായി തന്നെ ജനങ്ങൾക്കൊരു അവബോധം എന്നുള്ളത് വളരെ പ്രധാനമല്ലേ? പ്രാഥമിക ശുശ്രൂഷ അതെങ്ങനെ നൽകണം? ഇനി ഒരു പോറലേൽക്കുകയാണ് എങ്കിൽ പോലും, കടിയൊന്നും വേണ്ട, പോറലേൽക്കുകയാണെങ്കിൽ പോലും, പൂച്ചയാകട്ടെ, പട്ടിയാകട്ടെ, അണ്ണാനാകട്ടെ, ഈ കുട്ടികൾക്കൊക്കെ ഇത് സംഭവിച്ചാൽ അത് ഉടൻ തന്നെ മുതിർന്നവരോട് പറയുക എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ, ഇതെല്ലാം പൊതുജനങ്ങൾക്കുള്ള അവബോധം. കൂടാതെ ഈ വാക്സിൻ കൃത്യമായി തന്നെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുക, അതിൻ്റെ ഗുണമേന്മ, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ, അത് പാലിക്കേണ്ടുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചാണോ, ടെമ്പറേച്ചർ ഒക്കെ നോക്കിയാണോ, ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതല്ലേ? ഒന്ന് ചുരുക്കി.
അതായത് നമ്മൾ ഈ റാബീസ് ആണെങ്കിൽ നമുക്ക് ഈ പട്ടിയിൽ നിന്ന് മാത്രമല്ല ഈ ഇത് അസുഖം പടരുന്നതും കൂടെ വ്യക്തമായിട്ട് അറിയണം. പൂച്ചയിൽ നിന്ന് വരാം. അതായത് ഉഷ്ണ രക്തമുള്ള ഏതൊരു ജീവി കടിച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് മുറിവുണ്ട് അതിന്റെ തുപ്പൽ ദേഹത്ത് വീണാൽ പോലും അത് വരാൻ സാധ്യതയുണ്ട്. എത്രമാത്രം കേസുകൾ സൊസൈറ്റിയിലുണ്ടോ അത്രമാത്രം വേഗത്തിൽ അത് പടരുകയും ചെയ്യും. അപ്പൊ എത്രയും വേഗം അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ചെയ്യണം. അല്ലെങ്കിൽ ഇതുപോലുള്ള കുട്ടികൾ ഇനിയും മരണപ്പെടും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം, നമുക്ക് വീട്ടിൽ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം. അതുപോലെ തന്നെ ഇത് എന്തെങ്കിലും കാരണവശാൽ കടിക്കുകയോ മാന്തുകയോ തൊലിയിൽ എന്തെങ്കിലും ഒരു പോറലുണ്ടായാൽ അതിനെ നിസ്സാരമായിട്ട് കണക്കാക്കരുത്. പട്ടിക്ക് വാക്സിൻ എടുത്താലും നമ്മൾ വാക്സിൻ എടുത്തിരിക്കണം. കാരണം നമുക്കറിയില്ല അത് എത്രമാത്രം ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നുള്ളത്. അതെ. ഉറപ്പായിട്ടും എടുത്തിരിക്കണം. അത് ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബിനും കൂടെ ചേർത്ത് എടുത്തിരിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തായാലും മരണത്തിനെ പ്രിവെന്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കി എന്തെങ്കിലും പാളിച്ചകളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. വാക്സിൻ കൃത്യമായി കൊടുക്കേണ്ട ട്രെയിനിങ്ങുകളും കൊടുക്കേണ്ടതാണ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല ആളുകൾക്കും അത് കൃത്യമായി അറിയില്ലെങ്കിൽ അതിനുള്ള ട്രെയിനിങ് കൃത്യമായി നൽകേണ്ടതാണ്. അതാണ് പൊതുജനങ്ങൾക്കുള്ള അവബോധം. കൂടാതെ ഇതിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നൽകേണ്ടുന്ന ചില നിർദ്ദേശങ്ങൾ അതെല്ലാം വളരെ കൃത്യമായി തന്നെ നടപ്പാക്കുക. ഒപ്പം തന്നെ എങ്ങനെയാണ് തെരുവ് നായ്ക്കളെ നമുക്ക് ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയുക എന്നതിലേക്ക് കൂടി സർക്കാർ വളരെ അടിയന്തരമായി തന്നെ ശ്രദ്ധ പതിപ്പിക്കണം എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. നമ്മളുടെ കുഞ്ഞുങ്ങളെ ഇനിയും മരണത്തിലേക്ക് തള്ളിവിടുക എന്നുള്ളത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. വളരെ നന്ദി ശ്രീ ഡോക്ടർ ഡാനിഷ് സലീം, ശ്രീ ജോസ് മാവേലി, ശ്രീമതി റെജീന തോമസ്, ഒപ്പം തന്നെ കോയാസ് കാക്കത്തടം ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ന്യൂസ് ഈവനിംഗ് അവസാനിക്കുകയാണ്.